എല്ലാവരും എണീറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകേണമേ, നല്ല വാക്കിൻ്റെ ശീലു ചൊല്ലുവാൻ നാവിനാകേണമേ, സ്നേഹമാകുന്ന ദീപമോ എൻ്റെ കാതിലിണയാകണേ, സത്യമെന്നുള്ള ശീലമോടി ഞാൻ ശാന്തി അറിയണമേ. ഭൂമിയമ്മയെന്നറിയുവാനുള്ള ബോധമുണ്ടാകണേ, ജീവജാലങ്ങളാകെയും ജന്മബന്ധുവായിടണേ, ജാതിഭേദങ്ങളിന്ന ശാപമോ ദൂരെ മറയണമേ, ലോകമൊന്നിന്ന പാഠമെന്നുമെൻ മനസ്സിലെഴുതേണമേ. മച്ചാട് ഉത്സവം 2025 അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം നേരുന്നതിന് വേണ്ടി അക്കാദമി ഏതര പ്രവർത്തനങ്ങളിൽ ഈ വിദ്യാലയത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയങ്കരനായ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA നജീബ് അവരുടെ ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പട്ടേക്കാട്ട് നാരായണ മേനോൻ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 108ാമത് വാർഷികമാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, 100ാമത് വാർഷികം നമ്മൾ വളരെ സമുചിതമായി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയോടെ നമ്മൾ ഈ നാടിൻ്റെ ആകെ ഉത്സവമായി നമ്മളിവിടെ കൊണ്ടാടിയിരുന്നതാണ്. അതിനുശേഷമുള്ള കാലം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തെ ആകെ, ലോകത്തെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒട്ടനവധി സംഭവങ്ങൾക്ക് ശേഷമാണ് നമ്മൾക്ക് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. മഹാപ്രളയങ്ങൾ 2 അതുപോലെ തന്നെ ലോകത്തെ ആകെ ഗ്രസിച്ച കൊറോണ, COVID-19 ബാധയുമൊക്കെയായി ബന്ധപ്പെട്ട് തുടർച്ചയായ പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്കൂള് ഈ പ്രദേശത്തിൻ്റെ, ഈ നാടിൻ്റെ ആകെ കേന്ദ്രമായി ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ നമ്മളോട് ചേർന്ന് നിന്ന അധ്യാപകരുമൊക്കെ ഇന്നും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് സ്വാഗതം ആശംസിക്കുന്നതെങ്കിലും ഈ സ്കൂളിൻ്റെ, ഈ രാജ്യത്തിൻ്റെ, ഈ പ്രദേശത്തിൻ്റെ ഘടന രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഈ സ്കൂളിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ ഈ കൂടിയിരിക്കുന്ന ആളുകളോട് കൂടുതലായി സംസാരിക്കണമെന്ന് തോന്നുന്നില്ല. കാരണം ദേശീയ പ്രസ്ഥാനത്തോട് ഇഴചേർന്ന് കിടക്കുന്ന പട്ടേക്കാട്ട് നാരായണ മേനോൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഈ സ്കൂൾ സ്ഥാപിച്ചതിന് ശേഷം ഈ സ്കൂള് ഈ പ്രദേശത്തുകാരുടെ തന്നെ സഹൃദയരായ ആളുകളുടെ സംഭാവനകളോടുകൂടി തന്നെ ഈ സ്ഥലം കൂടുതൽ അക്വയർ ചെയ്യപ്പെടുകയും വളരെ ഈ കേരളത്തിലെ, ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂളായി ഇത് മാറുകയും ഉണ്ടായി. 1965 ആദ്യത്തെ SSLC ബാച്ച് ഈ സ്കൂളിൽ നിന്നും പുറത്തിറങ്ങുന്നത്. തീർച്ചയായും അന്ന് ആദ്യത്തെ SSLC ബാച്ചിലെ വിദ്യാർത്ഥികളൊക്കെ തന്നെ നമ്മുടെ സ്റ്റേജിൻ്റെ വേദിയുടെ മുൻനിരയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. വളരെ അഭിമാനത്തോടു കൂടിയാണ് അവരെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ സ്കൂൾ ഒരുപാട് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. പിന്നീട് 1990-91 നമ്മുടെ സ്കൂള് കേരളത്തിലെ അഭിമാനാർഹമായ നേട്ടം നേടുകയുണ്ടായി. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലയിലെ, വടക്കാഞ്ചേരി സബ് ജില്ലയിലെ ഈ സ്കൂൾ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ ഈ സ്കൂളിലാണ് ആദ്യമായി ഈ ജില്ലയിലെ, ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ +2 ആദ്യമായി ആരംഭിക്കുന്നത് ഈ സ്കൂളിലാണ്. അതിലൊക്കെ അന്ന് ജീവിച്ചിരുന്ന വട്ടേക്കാട്ട് നാരായണ മേനോൻ്റെ, നമുക്കറിയാവുന്ന പോലെ ശ്രീ RM മനക്കിലാത്തിൻ്റെ ഒക്കെ വളരെ നല്ല ഇടപെടൽ ആ കാര്യത്തിലുണ്ടായിരുന്നു. നമുക്കറിയാം, സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രജാമണ്ഡലം നേതാവുമൊക്കെ ആയിരുന്ന RM മനക്കിലാത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികൾ ഈ സ്കൂളിൽ പഠിച്ച് വളർന്നു വന്നത്. VR കൃഷ്ണൻ എഴുത്തച്ഛൻ അങ്ങേപ്പുറത്തുണ്ട്, അമ്പലപ്പാടുണ്ട്. അങ്ങനെ വളരെ മഹിതമായൊരു പാരമ്പര്യമുള്ള ഒരു മണ്ണാണ് ഈ മച്ചാടിൻ്റെ മണ്ണ്. പ്രത്യേകമായി പ്രദേശത്തിൻ്റെ
ജനാധിപത്യ മതനിരപേക്ഷ ബോധം നിലനിർത്തുന്നതിൽ ഈ സ്ഥാപനത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ സമ്പന്നമായ ഒരു വേദിയും സദസ്സുമാണ് ഇവിടെയുള്ളത്. ദീർഘമായി സംസാരിച്ച് 19ഓളം പരിപാടികൾ അവതരിപ്പിക്കുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ MLA ആണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനാർഹമായ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തിനുള്ളിൽ കൂടുതലായി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായും ആഗ്രഹിച്ചത് മുഴുവൻ ആളുകൾക്കും ഇവിടേക്ക് കടന്നു വരാനും ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും ക്ലാസ് മുറികളുടെ സൗകര്യങ്ങളും ഒക്കെ കാണുന്നതിനും കൂടിയുള്ള ഒരു സന്ദർഭമായത് മാറട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുമാത്രമല്ല SSLC പരീക്ഷയിലടക്കം വളരെ നല്ല വിജയ ശതമാനം, കേവലം 2-3 കൊല്ലങ്ങളായിട്ട് ഒരു കുട്ടി മാത്രം പരാജയപ്പെടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ പരീക്ഷയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതായത് നമുക്ക് വളരെ 99% കൂടുതൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂള്. സയൻസ് ബാച്ചിലാണെങ്കിലും നല്ല റിസൾട്ട് +2-വിൽ നമ്മുടെ സ്കൂളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ ഒട്ടനവധി നേട്ടങ്ങളുള്ള ഒരു കാലഘട്ടമാണിത്. അതുപോലെ ഈ സ്കൂളിൽ സംസ്ഥാന ജില്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ, കായിക മത്സരങ്ങളിലും കലാപ്രവർത്തനങ്ങളിലും സമ്മാനം കിട്ടിയ ഒരുപാട് മിടുക്കന്മാർ ഇന്ന് ഈ സ്കൂളിൻ്റെ അഭിമാനമായി ഈ അധ്യയന വർഷത്തിൽ ഈ സ്കൂളിൽ ആദരിക്കപ്പെടേണ്ടവരായുണ്ട് എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം അവരെ പരിചയപ്പെടുത്താനുള്ള ഒരു വേദിയായി കൂടി ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നതിലും ഒക്കെ വലിയ പങ്ക് വഹിച്ച ജനപ്രതിനിധികളാണ് ഈ പ്രദേശത്ത് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഇവിടെ എനിക്ക് മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ സ്കൂളിൻ്റെ മുൻകാല PTA ഭാരവാഹികളും ഇവിടെ പഠിച്ചവരും മക്കൾ പഠിച്ചു പോയവരൊക്കെയാണ്. അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ താലൂക്കിലെ എണ്ണം പറഞ്ഞ സ്കൂളുകളിലെന്ന ഈ അഭിമാനാർഹമായ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളോടുകൂടി തല ഉയർത്തി ഈ സ്ഥാപനം ഇന്ന് നിലനിൽക്കുന്നതെന്ന് സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA ഇവിടെയുണ്ട്. ഈ കഴിഞ്ഞ 3-3.5 കൊല്ലക്കാലം മുമ്പ് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് നമ്മൾ ജനപ്രതിനിധിയായി അധികാരമേറ്റ ശേഷമാണ് വളരെ അഭിമാനാർഹമായ രീതിയിലുള്ള LP സ്കൂളിൻ്റെ കെട്ടിടം നമുക്ക് മുമ്പിൽ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഈ സമയത്ത് അദ്ദേഹത്തെ സ്മരിക്കുക, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അനവധിയായ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്തു തരാൻ സന്നദ്ധരായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ PS വിനയൻ അവർകളുണ്ട്. നമ്മുടെ ഈ പറയുന്ന നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന പ്രദേശത്തിന് മുൻഭാഗത്തെ ടൈല് വിരിക്കുന്നതിന് 10 ലക്ഷം രൂപ കൂടി ജില്ലാ പഞ്ചായത്ത് അതിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും ഞാൻ എണ്ണി പറയുകയല്ല. കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി നമ്മുടെ സ്കൂൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളോടുകൂടി, അക്കാദമിക സൗകര്യങ്ങളോടുകൂടി നമ്മുടെ സ്കൂൾ കൂടുതൽ പുരോഗതി പ്രാപിക്കുന്ന ഒരു സമയത്താണ് തീർച്ചയായും അംഗീകാരം നേടിയ വിദ്യാർത്ഥികളെയും നമ്മിൽ നിന്ന് അധ്യാപന ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം പൂർത്തീകരിച്ച് വിരമിക്കുന്ന അധ്യാപകരെ അനുമോദിക്കുന്ന, അവർക്ക് യാത്രയപ്പ് നൽകുന്ന ഒരു സന്ദർഭം കൂടിയായി ഈ യോഗം മാറുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. ആദ്യമായി ഈ യോഗം, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളിയെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൻ്റെ ചുമതലയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ, വാഴാനി ഡിവിഷൻ മെമ്പർ ശ്രീമാൻ PS വിനയൻ ഇവിടെയുണ്ട്. സ്കൂളിൽ ഈ ഔപചാരിക ചടങ്ങുകൾക്ക് അങ്ങേപ്പുറത്ത് എല്ലാ യോഗങ്ങളിലും എത്തുകയും ചെയ്യാറുള്ള ആളാണ് ശ്രീ PS വിനയൻ. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ സ്കൂളിൻ്റെ പുരോഗതിയിൽ, ഈ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുരോഗതിയിൽ ബദ്ധശ്രദ്ധനായ നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറുണ്ട്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനപ്പെട്ട അധ്യാപകർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നമ്മുടെ +2-വിലെ പ്രിൻസിപ്പൽ ഷൈനി ടീച്ചർ ദീർഘകാലത്തെ സേവനത്തിന് ശേഷമാണ് വിരമിക്കുന്നത്. നമുക്ക് അഭിമാനാർഹമായി ഈ ജില്ലയിൽ എവിടെ പോകുമ്പോഴും എടുത്തു പറയാവുന്നൊരു പേരാണ് ഷൈനി ടീച്ചറുടെ. കാസർഗോഡ് ജില്ലയിലും മറ്റും സേവനമനുഷ്ഠിച്ച് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചെറുതുരുത്തി സ്കൂളിൻ്റെയും എരുമപ്പെട്ടി സ്കൂളിൻ്റെയും ഒക്കെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച ശ്രീമതി ഷൈനി ടീച്ചർ ഈ വർഷം ഇവിടെ നിന്ന് വിരമിക്കാൻ ടീച്ചർ നമ്മുടെ സ്റ്റേജിലുണ്ട്. ടീച്ചറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ നിന്നും ഇത്തവണ നമ്മുടെ LP സ്കൂളിലെ HM അവർ നമ്മുടെ സ്കൂളിൽ നിന്ന് ഇത്തവണ വിരമിക്കുന്നുണ്ട്. ശ്രീമതി മാലിനി ടീച്ചറാണ്. മാലിനി ടീച്ചറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഹിന്ദി അധ്യാപികയായിട്ടുള്ള KB ശ്രീമതി ടീച്ചർ നമ്മുടെ വേദിയിലുണ്ട്. ടീച്ചറും ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് വിരമിക്കാൻ ടീച്ചറെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
പിന്നെ പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും നമ്മളോടൊപ്പം നിന്നിട്ടുള്ള ഒരു വലിയ കുടുംബം, അതിൻ്റെ പ്രധാനിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജയറാമേട്ടൻ ഈ വേദിയിലുണ്ട്. ജയറാമേട്ടനെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആയതിനു പുറമെ സീനിയർ അധ്യാപകരായിട്ടുള്ള പ്രിൻസിപ്പലിന് പുറമെ HM ഷീന ടീച്ചർ, +2 പ്രധാന അധ്യാപകരിൽപ്പെട്ട ക്രിസ്റ്റി ടീച്ചർ, രതി, പ്രീത കൃഷ്ണൻ, ആദ്യ ബാച്ച് SLC വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ബദ്ധസ്ഥരാണ്. അവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ CV സുനിൽകുമാർ ഇവിടെയുണ്ട്. ശ്രീ CV സുനിൽകുമാറിനെ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഉമാലക്ഷ്മി നമുക്കൊപ്പം സന്നിഹിതരായിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി MK ശ്രീജ, നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അവരിവിടെ സന്നിഹിതരാണ്. സന്തോഷപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുന്നു. ശ്രീമാൻ VC സജീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ PR രാധാകൃഷ്ണൻ സന്നിഹിതനാണ്. അദ്ദേഹത്തെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സബിത സതീഷ് ഇവിടെ സന്നിഹിതയാണ്. അവരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ വാർഡ് മെമ്പർ, ഈ സ്കൂളിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എപ്പോഴും ബദ്ധശ്രദ്ധനായ ഓടിയെത്താറുള്ള ശ്രീ രാമചന്ദ്രനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. RDD ശ്രീമതി ജയ PG, DO ചാവക്കാട് റഫീഖ്, അതുപോലെ തന്നെ AEO വടക്കാഞ്ചേരി ഷീജ, ശ്രീമതി ജയപ്രഭ, BPC വടക്കാഞ്ചേരി, നമ്മുടെ സ്കൂളിലെ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു പോയ പ്രിയപ്പെട്ട പ്രഭാകരൻ മാഷ് ഈ കഴിഞ്ഞ ഒരു വർഷം കൂടി ഇവിടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. പ്രഭാകരൻ മാഷെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിലെ PTA അംഗങ്ങൾ KJ അനിൽകുമാർ, ശ്രീകുമാർ, അതുപോലെ റാഫി, സുമീർ, ജയലക്ഷ്മി തുടങ്ങി ഷൈജു തുടങ്ങിയ PTA അംഗങ്ങൾ, ഈ സ്കൂളിൻ്റെ PTA പ്രവർത്തനത്തിന് താങ്ങും തണലായി നിൽക്കുന്ന PTA അംഗങ്ങളെ ഔപചാരികതയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അധ്യാപക പ്രതിനിധികൾ MP സന്ദീപ്, KN രാജൻ, ജയലക്ഷ്മി ജയശങ്കർ, നാദിയ നസ്രീൻ തുടങ്ങി മുഴുവൻ ആളുകളെയും, ആയതിനു പുറമെ ഈ പ്രവർത്തനങ്ങളുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇതിനെ കൈമൈ മറന്ന് സഹായിച്ച ഈ രാജ്യത്തെ മുഴുവൻ, ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ബിജു കൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി മുഴുവൻ ജനപ്രതിനിധികളെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കുഞ്ഞുമക്കളെയും രക്ഷിതാക്കളെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷനായി നമ്മുടെ തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ TV സുനിൽകുമാറിനെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്ന തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ TV സുനിൽകുമാർ അവരുടെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ മച്ചാട് ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന വടക്കാഞ്ചേരിയുടെ പ്രിയങ്കരനായ MLA ബഹുമാനപ്പെട്ട ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ PS വിനയൻ, ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, ഈ വേദിയിൽ പേരെടുത്ത് പറയേണ്ട നിരവധി ആളുകൾ വേദിയിലും സദസ്സിലുമായുണ്ട്. എല്ലാവരെയും തെക്കുംകര ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മച്ചാട് ഉത്സവം ഈ സ്കൂളിനെ സംബന്ധിച്ച് നമുക്കറിയാം, 2000-ന് ശേഷം വലിയ രീതിയിലുള്ള വളർച്ചയാണ് ഘട്ടം ഘട്ടമായി. ഒരു പൊതുവിദ്യാലയം എന്ന രീതിയിൽ സർക്കാർ സ്കൂൾ
നിരവധി പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഒരു മനസ്സായി ഈ സ്കൂളിനെ ചേർത്ത് പിടിക്കുകയും അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പുരോഗതി അത് നമുക്കറിയാം SPC മുതൽ കേരള സംസ്ഥാനത്ത് സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് സംവിധാനം ആരംഭിച്ചപ്പോൾ ആദ്യ ബാച്ചിൽ പേര് വന്ന ഒരു സ്കൂളാണ് ഗവൺമെൻറ് മച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ. അന്നത്തെ MLA ശ്രീ AC മൊയ്തീൻ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട് ആ സംവിധാനം ഇവിടെ വരികയും വളരെ കൃത്യമായി തന്നെ തുടർച്ചയായ എല്ലാ വർഷവും പുതിയ വിദ്യാർത്ഥികളെ അവരുടെ പ്രവർത്തനത്തിൽ അവരുടെ എല്ലാ രീതിയിൽ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള കുറേ വിദ്യാർത്ഥികളെ നമുക്ക് ഇവിടുന്ന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു. തുടർന്ന് നമുക്കറിയാം നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും ഇപ്പോൾ അവസാനമായി വടക്കാഞ്ചേരിയുടെ MLA കഴിഞ്ഞ 3 വർഷക്കാലമായി തുടർച്ചയായി നമ്മുടെ ഈ സ്കൂളിൻ്റെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം തന്നെ MLA ഇവിടെ വിശദീകരിക്കും. നമ്മുടെ സ്കൂൾ ഇന്ന് അത്യാവശ്യം ഒരു ഗവൺമെൻറ് സ്കൂൾ എന്നതിലുപരിയായി എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു സ്കൂളായി ഇന്ന് വളർന്നു വരികയാണ്. തീർച്ചയായും നമ്മുടെ നാടിനകത്ത് പുതുതായി സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലിൻ്റെ ഭാഗമായി അടുത്ത 25 വർഷത്തേക്കുള്ള കാലഘട്ടം കൂടി കണ്ടുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിക്കുമ്പോൾ അതിലൂടെ സഞ്ചരിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും നമുക്കിന്ന് ഓരോന്നായി കൈവന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ മച്ചാടിൻ്റെ അഭിമാനമായ വട്ടേക്കാട്ട് നാരായണ മേനോൻ സ്ഥാപിച്ച ഈ സ്കൂൾ 108 വർഷം തികയുന്ന ഈ ഘട്ടത്തിൽ മച്ചാട്ടുകാർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയാവുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് അടിക്കടിയായി വളർന്നു വരികയാണ്. തീർച്ചയായും അത്തരമൊരു ഘട്ടത്തിൽ മച്ചാട് ഉത്സവം എന്ന പേരിൽ ഈ സായം സന്ധ്യയിൽ ഇത്ര മനോഹരമായ ഒരു സായം സന്ധ്യ മച്ചാട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ സ്കൂളിൻ്റെ PTA കമ്മിറ്റിയുണ്ട്, മദർ PTA ഉണ്ട്, OSA ഉണ്ട്, അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. എല്ലാവരെയും തെക്കുംകര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ മച്ചാട് ഉത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് നിലവിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആരാധനായ MLA ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മച്ചാട് ഉത്സവം 2025 ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ മുഖച്ഛായ നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച വടക്കാഞ്ചേരിയുടെ പ്രിയങ്കരനായ MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി അവരുടെ ഏറെ ആദരവോടുകൂടി ഈ ദീപം തെളിയിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. മച്ചാട് ഉത്സവം 2025 അതിൻ്റെ മനോഹരതയായ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി അവറുകൾ ദീപം തെളിയിക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു. നാടും വിദ്യാലയവും ഒരുമിച്ച് ആഘോഷിക്കുന്ന മച്ചാട് ദേശത്തിൻ്റെ അതിസുലഭമായ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എല്ലാവരും
തൃശ്ശിവപ്പേരൂരിൽ മഹിത പാരമ്പര്യത്തിൻ്റെ സുവർണ കിരീടം ചൂടി നിൽക്കുന്ന മച്ചാട് വിദ്യാലയത്തിൻ്റെ ആ സുവർണ കിരീടത്തിൽ ഒരു ശതാബ്ദത്തിലേറെയായി വിജയരത്നങ്ങൾ പതിപ്പിച്ച് മുന്നേറുന്ന വിദ്യാകേന്ദ്രമാണ് മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ പദ്ധതികളിലൂടെ തെക്കുംകര ഗ്രാമപഞ്ചായത്തിലെ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ അഭിമാനമുദ്രയായ വിദ്യാലയം മച്ചാട് സ്കൂൾ അക്കാദമിക കലാകായിക രംഗങ്ങളിൽ പൊൻതൂവലാൽ നവവിജയ കഥകൾ രചിച്ച വർഷം. നേട്ടങ്ങളുടെ നിറമഴ നിറവിൽ മച്ചാട് സ്കൂളിൻ്റെ 108ാം വാർഷിക ദിനാഘോഷം മച്ചാട് ഉത്സവം 2025 ജനുവരി 16. ബഹുമാനപ്പെട്ട തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി വി സുനിൽകുമാർ അവറുകൾ, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീ പി എസ് വിനയൻ അവറുകൾ, തെക്കുംകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വിദ്യാലയത്തിനോട് ഏറെ ചേർന്ന് നിൽക്കുന്ന പ്രിയങ്കരായിട്ടുള്ള ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ ഈ വിദ്യാലയത്തിനെ ഏറെയധികം സ്നേഹിക്കുന്ന PTA ഭാരവാഹികൾ, PTA മെമ്പർമാർ, വിശിഷ്ട വ്യക്തികൾ എല്ലാം തന്നെ ഈ വേദിയിൽ സന്നിധരായിരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ശ്രീ സെവി ചിറ്റർപള്ളി അവരുകളെ ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, മച്ചാട് ഉത്സവം എന്ന പേരിൽ അക്ഷരാർത്ഥത്തിലെ ഒരു ഉത്സവ പ്രതീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ആനിവേഴ്സറി, നമ്മുടെ അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനം തികച്ചും വാക്ക് അർത്ഥമാക്കുന്ന നിലയിൽ ആക്കി മാറ്റിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്, അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാൻ വേദിയിലുള്ള ഓരോരുത്തരെയും ഈ ഘട്ടത്തിൽ സംബോധന ചെയ്യുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ MLA പറയും എന്ന് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കുറച്ച് കാര്യമേ പറയുന്നുള്ളൂ. എൻ്റെ അടുത്ത് വിനയൻ പറഞ്ഞു 50 കലാപരിപാടികൾ കുട്ടികളുടെ നടത്താനുണ്ട് എന്ന്. അപ്പോൾ ആ 50 കലാപരിപാടികൾക്ക് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും പറയുന്നതൊന്ന് ചുരുക്കുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനും കൈയടിക്കണില്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? നമ്മുടെ വിദ്യാലയം എത്ര കണ്ട് മനോഹരമായിട്ടുണ്ട് എന്നത് വിദ്യാലയത്തിൻ്റെ ഈ കെട്ടിട നിർമ്മാണത്തിൽ മാത്രമല്ല, ഇവിടുത്തെ വിജയ ശതമാനത്തിലും ഇവിടെ നിന്നുള്ള കുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന കായികോത്സവത്തിലും അതുപോലെ തന്നെ സംസ്ഥാന യുവജനോത്സവത്തിലൊക്കെ തന്നെ A ഗ്രേഡ് ഉൾപ്പെടെ വാങ്ങിയ ഒട്ടേറെ പ്രഗത്ഭമതികളായ കുട്ടികൾ, കഴിവുകൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ വിദ്യാലയം മനോഹരമായിട്ടുള്ളത്. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഈ മാറ്റം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നാം കാണുന്ന ഒന്നാണ്. അത് ഈ വിദ്യാലയത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഈ മാറ്റമുണ്ട് എന്ന് നാം കാണണം. ഇവിടെ ഞാൻ ചെറുതായൊരു കണക്കെടുത്തപ്പോൾ 4 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മാത്രമുള്ള ഫണ്ട് നമുക്ക് ഈ 3-3.5 കൊല്ലത്തിനകത്ത് നമുക്ക് ചെലവഴിക്കാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്രൗണ്ടിന് ഈ സാമ്പത്തിക വർഷം 1 കോടി രൂപ കൂടി കൂട്ടിയാൽ അത് 5 കോടിയായി. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോടും നമ്മുടെ ബ്ലോക്ക് ഭാരവാഹികളോടും ചെറുതായി ഒന്ന് ചോദിച്ച് കണക്ക് കൂട്ടിയെടുത്തപ്പോൾ ഏകദേശം 1.5 കോടി രൂപ പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും കൂടി ഈ പീരീഡിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കണ്ട്
പിന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഈ സംവിധാനങ്ങളാകെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. തെക്കിങ്ങര പഞ്ചായത്തിൽ എല്ലായിടത്തും നിർമ്മാണ പ്രവർത്തനമാണ്. ജയരാമേട്ട, പീച്ചി വാഴാനി കോറിഡോറ്, അപ്പുറത്തേക്ക് പിന്നെ മണലിത്തറയ്ക്ക് ഉള്ള റോഡ്, അത് നിർമ്മാണം പൂർത്തിയായി. ഇപ്പോൾ തെക്കിങ്ങര മറ്റേ പുല്ലാണിക്കാട് റോഡ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നേരത്തെ കുണ്ടുകാടിൽ നിന്നും കല്ലമ്പാറയിലേക്കുള്ള നമ്മുടെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് റോഡ്, ഇതൊക്കെ കോടിക്കണക്കിന് രൂപയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രണ്ടാം പിണറായി ഗവൺമെൻറ്റും ഒന്നാം പിണറായി ഗവൺമെൻറ്റും ഘട്ടം ഘട്ടമായി നമ്മുടെ സംസ്ഥാനത്ത് വികസന രംഗത്ത് നടത്തുന്ന ഇടപെടലിൻ്റെ നേർക്കാഴ്ച നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയം വൈകി. അപ്പോൾ വിപിൻ മാഷെന്നെ 1-2 വട്ടം വിളിച്ചു. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റിന് അറിയാം. സുരേഷ് ഇവിടെ വന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ വാഴാനിയിലെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മാണ ഏജൻസി നിർമ്മാണം നടത്തുന്നതിന് വേണ്ടി ഇന്നലെ എല്ലാ സംവിധാനങ്ങളുമായി വന്നിട്ടുണ്ട്. നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകിച്ച് നമ്മുടെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആ സ്ഥലം അടയാളപ്പെടുത്തുന്നതിലുണ്ടായ ഒരു ചെറിയ മാറ്റം അത് പൂർണ്ണതയിലെത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തെ കൂടി വിളിച്ചു വരുത്തി ആ സൈറ്റ് ക്ലിയർ ചെയ്യുക എന്ന പണിയിലായിരുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് 6 കോടി രൂപയുടെ മ്യൂസിക്കൽ ഫൗണ്ടൻ കൂടി വരുമ്പോൾ നമ്മുടെ മച്ചാട്, പ്രത്യേകിച്ച് തെക്കുംകര പഞ്ചായത്തിലെ എല്ലാ ടൂറിസം കേന്ദ്രവും, പ്രത്യേകിച്ച് നമ്മുടെ ചെപ്പാറ, നമ്മുടെ പത്താഴക്കുണ്ട് ഡാം, നമ്മുടെ പേരേപ്പാറ എല്ലാം ആ രീതിയിൽ ശക്തിപ്പെടാൻ വേണ്ടി പോവുകയാണ്. തീർച്ചയായും ഇങ്ങനെ മാറുമ്പോൾ നമ്മുടെ കുട്ടികളും പൊതുവിദ്യാഭ്യാസവും ഒക്കെ തന്നെ മാറ്റത്തിനും അല്ലെങ്കിൽ മുന്നേറ്റത്തിനും വിധേയമാക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും വീണ്ടും അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ ഷൈനി ജോസഫ് ടീച്ചർ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിൻസിപ്പളാണ്, വളരെ നേരത്തെ എനിക്ക് പരിചയമുള്ള ടീച്ചറാണ്. പുറ്റൂരിലാണ് പിന്നെ ടീച്ചർ താമസിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇന്ന് പിന്നെ റിട്ടയർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ മാലിനി ടീച്ചറും ഇന്ന് റിട്ടയർ ചെയ്യുന്നു. അതുപോലെ തന്നെ KB ശ്രീമതി ടീച്ചറും ഹിന്ദി. ഞാൻ ഈ ടീച്ചർമാരെ അങ്ങനെ പറയല്ല, നമുക്കറിയാം റിട്ടയർ ചെയ്യേണ്ടത് പിന്നെ ഇനിയും പ്രവർത്തിക്കാനുള്ള കഴിവും കരുത്തും ഓജസ്സും ഒക്കെ നിലനിൽക്കുമ്പോഴാണ് എന്ന് അവരെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എങ്കിലും അനിവാര്യതയുടെ ഭാഗമായി ഇപ്പോൾ പ്രഭാകരൻ മാഷെ പോലെ റിട്ടയർ ചെയ്താലും അവരൊക്കെ തന്നെ എവിടെ ഉണ്ടാവും? ഈ വിദ്യാലയത്തിലുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ പിന്നെ LP സ്കൂളിൻ്റെ ആ കെട്ടിടം നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. ഇവിടെ ഇരുന്ന് തന്നെ പ്രഭാകരൻ മാഷ് പറഞ്ഞു, നമുക്കൊരു അടുക്കള വേണം, ഒരു സ്റ്റോർ വേണം. ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും രൂപപ്പെടുകയാണ്. തീർച്ചയായും അതിനോടൊക്കെ തന്നെ പ്രതികരിക്കാനും അതൊക്കെ തന്നെ യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ജനപ്രതിനിധികൾ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഔപചാരികമായി മച്ചാട് ഉത്സവം 2025 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു. മുഖ്യ അതിഥിയായി മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഈ വിദ്യാലയത്തിൻ്റെ നിരവധിയായ പദ്ധതി പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയ പ്രിയങ്കരനായ ഡിവിഷൻ മെമ്പർ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് ശ്രീ PS വിനയൻ അവരുകളെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നേരത്തെ ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ സംസാരമൊക്കെ റെഡ്യൂസ് ചെയ്തു, ഒട്ടുമില്ല. തീർച്ചയായിട്ടും ഇതുവരെ കാണാത്ത ഒരു ആംബിയൻസ്, ഒരു ഫീല് ഇന്നത്തെ സെലിബ്രേഷൻ ഉണ്ട് ഇവിടെ. മച്ചാട് ഉത്സവം എന്ന് തന്നെയാണ് പേരിട്ടിട്ടുള്ളത്. അധ്യാപകരും PTA അതുപോലെ പൂർവ്വ വിദ്യാർത്ഥി ഇവിടെയുള്ള എല്ലാവരുടെയും വലിയ പങ്ക് ഇത്രയും മനോഹരമായി ഇന്നത്തെ സെലിബ്രേഷൻ ആക്കുന്നതിലുണ്ട് എന്നറിയാം. പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുനിൽകുമാർ, നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗ്യമായി മാറിയ വടക്കാഞ്ചേരിയുടെ MLA
ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി, മറ്റു പ്രധാനപ്പെട്ട ജനപ്രതിനിധികളും സുഹൃത്തുക്കളൂടെ ഉണ്ട്. ഇവിടെ MLA വെയിറ്റ് ചെയ്ത് നമ്മൾ എൻട്രൻസിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഷീന ടീച്ചറും ഷൈന ടീച്ചറും മാലിനി ടീച്ചറും കൂടി അവർ ഗ്രൂപ്പായിട്ടൊരു ഫോട്ടോ എടുക്കണമെന്ന് PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജീബിനോട് പറഞ്ഞു. ഞാനത് നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നജീബ് വക്കീൽ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ മരത്തിൻ്റെ ചൂടെ ഇവിടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളടുത്ത് നിൽക്കുന്നുണ്ട്. ഈ ഫോട്ടോ ക്ലിക്ക് ചെയ്യണ സമയത്ത് ഈ കുട്ടി എന്നോട് ചോദിച്ചു, അങ്കിളെ മാമ, ഈ ടീച്ചർമാർ, അതായത് ഷൈന ടീച്ചറും ഷീന ടീച്ചറും മെറൂൺ കളറിലുള്ള ഡ്രസ് കോഡിലാണ്, മാലിനി ടീച്ചർ ഒരു പപ്പട കളറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഉണ്ണി എന്നോട് പറഞ്ഞത് സെൻറ്ററിൽ മാലിനി ടീച്ചർ നിൽക്കുക, 2 സൈഡിൽ മറ്റു ടീച്ചേഴ്സ് നിൽക്കുകയാണെങ്കിൽ മനോഹരാവില്ലെന്ന് എന്നോട് ചോദിച്ചു. ഞാനത് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്, ഒരു ഗവൺമെൻറ് വിദ്യാലയത്തിൽ പഠിക്കുന്ന ഒരു 6ാം ക്ലാസ്സുകാരുടെ കുട്ടിയുടെ ആ ഇമാജിനേഷൻ, ആ വിഷ്വൽ പവർ, തീർച്ചയായിട്ടും ആ മോൾക്ക് ഒരു ഗ്രേറ്റ് സല്യൂട്ട് ഉടച്ചു കൊടുക്കുകയാണ്. പേര് ശ്രീഭദ്ര എന്നാണ്, 6ാം ക്ലാസ്സുകാരി കുട്ടിയാണ്. ഇപ്പം MLA പറഞ്ഞ പോലെ സർക്കാർ സ്കൂളുകൾ ഇങ്ങനെയാണ്. ഈ 2 ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് എന്തെല്ലാം സങ്കടങ്ങളും ദുരന്തങ്ങളും ഒക്കെ 2 കൈ നീട്ടി ഏറ്റുവാങ്ങാണ് ഈ നാട്. എന്നിട്ടും ഈ ഹൈവേ പോലെയുള്ള റോഡുകളും മനോഹരമായ ഫ്ലോറിങ്ങും ബിൽഡിങ്ങും അക്കാഡമിക്കായിട്ടുള്ള പവറൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ കാലത്ത് അതൊക്കെ വളരെ സന്തോഷമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലെയാണ് ഇവിടുത്തെ ഓരോ കുട്ടികളും ബ്രില്യൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഞാനിടുന്നത് വെറുതെ പറഞ്ഞതല്ല, ഫോട്ടോ തെളിവാണല്ലോ. അപ്പോൾ ഇവരെ ബാലൻസ്ഡ് ആയിട്ടല്ല അത് എടുത്തേ. അപ്പോൾ അങ്ങനെ തോന്നുന്ന മക്കൾ നമ്മുടെ ഈ മുറ്റത്തുണ്ട്, ഇവിടെ ഉണ്ട് എന്നുള്ള വലിയ അഭിമാനമാണ്. തീർച്ചയായിട്ടും അങ്ങനെ അധികം സംസാരിക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് പൊതുപ്രവർത്തകരോട്, രാഷ്ട്രീയക്കാരോട് നമ്മുടെ മക്കൾക്കും പേരൻസിനുള്ള സമീപനം എന്താണെന്ന് അറിയില്ല. നമ്മൾ വളരെ പൊതുവൽക്കരിച്ച് പറയും, ഒക്കെ കണക്കാണ്, എല്ലാവരും ശരിയാണ്, അങ്ങനെ പറയരുത്. ഒരു ഫോൺ കോൾ ഞങ്ങൾക്ക് വന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പ്രസവിച്ച് ഒരു 12-13 ദിവസമായ ഒരു കുട്ടി വെന്റിലേഷനിൽ കിടക്കുകയാണ്. അവിടെ 10 ലക്ഷം രൂപ എക്സ്പെൻഡിച്ചർ ചിലവ് വന്നു. അപ്പോൾ ഞങ്ങൾ വിളിക്കുന്നത്, ഇനി ബോളംകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിലേക്ക് ഞങ്ങളുടെ ഉണ്ണിയെ കൊണ്ടുപോവാണെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഒരു ദിവസം 80,000-90,000 ഒക്കെ ചിലവ് വരണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ ബന്ധപ്പെട്ടു മെഡിക്കൽ കോളേജിലെ ഇൻചാർജായ ഡോക്ടറെ വിളിച്ചു. അപ്പോൾ വെന്റിലേറ്റർ ഒരെണ്ണം ഉണ്ട്, പക്ഷെ അത് ടെക്നിക്കലായി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് അത് ചാലാക്കി പുലർച്ചോടുകൂടി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സത്യത്തിൽ അന്ത്യകുദാശ പോലെ കൊടുത്തതാണ് അതിൻ്റെ അപ്പനമ്മയൊക്കെ. ചെറിയ കുട്ടികളവർ അപ്പനമ്മയൊക്കെ. പക്ഷെ നമ്മളിവിടെ 2 ദിവസം സർക്കാർ ഹോസ്പിറ്റലിൽ അവരെ സൗജന്യമായി, അവരുടെ ആഗ്രഹമാണ് ആ ഉണ്ണി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ആഗ്രഹമായിരുന്നത്. പക്ഷെ 2ാമത്തെ ദിവസം ആ കുട്ടി മരിച്ചുപോയി. ഇവിടെ പറയുന്നത് രാഷ്ട്രീയക്കാർ, പൊതുപ്രവർത്തകർ എന്നുള്ളത് പലപ്പോഴും ഊണുറക്കില്ലാണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് MLA മുതൽ ഇവിടുത്തെ ഏതൊരു ജനപ്രതിനിധി ആയാലും ചെയ്യുന്നത്. അപ്പോൾ പൊതുവൽക്കരിച്ച് ആകെ പ്രശ്നം എന്ന് പറയരുത്. അങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ മക്കൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്. പിന്നെ ഞാൻ അറിയുന്ന വീട്ടിലെ 3 കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ദിവസം മരിച്ചു. എൻ്റെ കൂട്ടുകാരുടെ മക്കളൊക്കെ അവർ, ആൻ ഗ്രേസ്, എറിൻ, പിന്നെ മേഴ്സി, അങ്ങനെ 3 കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പീച്ചി ഡാമിൽ മരിച്ചു. മക്കളെ ശരിക്കും പറഞ്ഞാൽ അവർ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അവരിങ്ങനെ സംഭവിക്കുന്നത് അറിഞ്ഞിട്ടില്ല. അവർ ഫോട്ടോ എടുത്തു, റീൽസ് എടുത്തു. പക്ഷെ അവർക്ക് അറിയാത്തൊരു സ്ഥലത്ത് ഡാമിൻ്റെ റിസർവോയറിൽ കാല് വഴുതി അവർ വീണ് പോയി. അവിടെ ആരും ഇല്ല. പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ അച്ഛനമ്മമാർ, പ്രത്യേകിച്ചും പുതിയ കാലത്ത് അവരുടെ മുമ്പിൽ അപകടങ്ങളുണ്ട് എന്നും കൂടിയും ബോധ്യപ്പെടുത്തി ശക്തിപ്പെടുത്തി പോകണം. ഭയങ്കര മാനസികമായി തളർന്നൊരവസ്ഥയുണ്ട്. ഈ ആഘോഷങ്ങൾക്കിടയിലും സെൻറ്റ് ക്ലേഴ്സിലെ 3 നക്ഷത്രങ്ങൾ അവർ ഒരുമിച്ച് പള്ളി സ്ക്വയറിൽ ഭയങ്കരമായിട്ട് പാടും ആടും. അവർ ആ നാട്ടിൽ ഒരു അപ്പുറത്തുള്ള 3 വീട്ടിലെ കുട്ടികളാണ് ഇവരെല്ലാവരും. 3 വീട്ടിലെ കുട്ടികളായിരുന്നു. അലീന മുതൽ. അപ്പം ഞാൻ ചുരുക്കാണ്, ആ സന്തോഷങ്ങളുടെ ഇടയിലും ഇതുപോലെ വേദന നമുക്ക് തിന്നേണ്ടി വരുന്നു എന്നുള്ളത്. നമ്മുടെ കുട്ടികൾ
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതിരിക്കാൻ വേണ്ടി ആശ്രാന്ത പരിശ്രമം നടത്തിയ ഒരു ചെറുപ്പക്കാരനായ ഒരു പോലീസ്, ഈ ഗവൺമെൻറ്റിൻ്റെ വിമുക്തി പരിപാടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനായ പോലീസ് ഏതാനും മണിക്കൂർ മുമ്പ് ഒരു അപകടത്തിൽ മരണമടഞ്ഞു, ശ്രീ പ്രദീപ്. അപ്പോൾ നമ്മുടെ സന്തോഷങ്ങളുടെ ഇടയിലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതൊക്കെ മറന്നുകൊണ്ട് തീർച്ചയായിട്ടും ആ വേദനകൾ അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ സ്മരിച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഈ വലിയ മാറ്റത്തിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന് കഴിയുന്ന കാര്യങ്ങൾ തുടർന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മച്ചാട് ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. റിപ്പോർട്ട് വായിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാലയത്തിൻ്റെ പ്രധാന അധ്യാപിക ശ്രീമതി ഷീന കെ അവരെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, നമ്മുടെ 108ാമത് വാർഷികം ഈ മച്ചാടിൻ്റെ ഒരു ഉത്സവം തന്നെയായിട്ട്, അതായത് മച്ചാട് മാമാങ്കത്തിനോടൊപ്പം ചേർത്ത നാട്ടുകാർക്ക് ഞാൻ ആദ്യം നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ മച്ചാടുകാർക്ക് 2 ഉത്സവമാണുള്ളത്. ഒന്ന് നമ്മുടെ ആനുവൽ ഡേ ആയ മച്ചാട് ഉത്സവവും അതുപോലെ തന്നെ മച്ചാട് മാമാങ്കവും. അപ്പോൾ മച്ചാട് മാമാങ്കത്തോടൊപ്പം നമ്മുടെ ഈ മച്ചാട് ഉത്സവവും കൂട്ടിച്ചേർത്ത നാട്ടുകാരുടെ ഇടയിലേക്ക് നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ച് വളരെ ചുരുക്കി വായിക്കുന്നില്ല, പറയുകയാണ് ചെയ്യുന്നത്. ആദ്യമായി തന്നെ പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തോടനുബന്ധിച്ച് നമ്മുടെ ഭരണകർത്താക്കൾ നമുക്ക് വളരെ സൗകര്യമുള്ള കെട്ടിടങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ ഹൈസ്കൂൾ, UP, ഹയർ സെക്കൻഡറി, അതുപോലെ തന്നെ LP സ്കൂളിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ കെട്ടിടങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കൂളിനാണ് തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് ജിയോ ലാബ് ലഭിച്ചത്. ഇപ്പം നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പകുതി ഭാഗം എന്തേ ടൈലിട്ടത്, ബാക്കിയൊന്നും ടൈലിട്ടിട്ടില്ല എന്ന്. പക്ഷേ അതിനുള്ള ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് നടത്തി തരുന്നതാണ്. പിന്നെ ഈ വർഷം നമ്മുടെ ചരിത്ര നേട്ടം ലഭിച്ച ഒരു വർഷമാണ് കായിക കലാമേളകളിൽ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ MLA നമ്മുടെ ഗ്രൗണ്ടിന് 1 കോടി രൂപ പാസ്സാക്കി നമ്മുടെ അടുത്ത ഗ്രൗണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് കൂടുതൽ പ്രാക്ടീസ് നൽകാൻ വേണ്ടി ഉതകുന്ന വിധത്തിൽ സാർ അത് പാസ്സാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ യങ് ഇന്നൊവേഷൻ പ്രോഗ്രാം കുട്ടികളിൽ സയൻസ് വളർത്തുന്നതിന് വേണ്ടി, കണ്ടുപിടുത്തങ്ങൾ വളർത്തുന്നതിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപയുടെ സ്ക്രീൻ ഹബ്ബ് ഈ വർഷം നമുക്ക് പാസ്സാക്കി തന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഇവിടുത്തെ ഉപജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു SPC യൂണിറ്റാണ് നമ്മുടെ ഫൗസിയ ടീച്ചറുടെയും ജയേന്ദ്രൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളിൽ വിവരസാങ്കേതിക വിദ്യ വളർത്തുന്നതിന് വേണ്ടിയിട്ട് ലിറ്റിൽ ക്ലബ്ബ് ഇവിടെ വളരെ ഭംഗിയായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ JRC ഇവിടെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ സർക്കാർ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ എന്താ തിരിച്ചു കൊടുത്തു എന്നതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ വർഷത്തെ നമ്മുടെ ചരിത്ര നേട്ടം. പ്രഥമ സംസ്ഥാന ഒളിമ്പിക്സ് മത്സരത്തിൽ നമ്മുടെ 11 കുട്ടികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. 10 കുട്ടികളിൽ ജനറൽ വിഭാഗത്തിലും 1 കുട്ടി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിഭാഗത്തിലും പങ്കെടുത്തു. ഈ 10 കുട്ടികളിൽ 2 പേര് ഗോൾഡ് മെഡൽ നേടി നമ്മുടെ സ്കൂളിൻ്റെ പേര് സംസ്ഥാന തലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്പോർട്സ് ജില്ലാ മത്സരങ്ങളിൽ നമുക്ക് 100ഓളം കുട്ടികളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ബഹുമാനാർത്ഥമായ ഒരു കാര്യമാണ്.
ആ കാര്യത്തിനെല്ലാം നമ്മുടെ പി ടി മാഷോടൊപ്പം മിഥുൻ മാഷോടൊപ്പം തന്നെ ഖോഖോ പരിശീലനത്തിന് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ബിബിൻ സാറ് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഖോഖോ പരിശീലനം കൊടുക്കുകയും ബാക്കി പരിശീലനങ്ങളെല്ലാം നമ്മുടെ മിഥുൻ മാഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന് നമ്മൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ വർഷത്തെ സബ് ജില്ലാ കായികമേളയിൽ ഗെയിംസ് വിഭാഗത്തിൽ 7ാം സ്ഥാനവും അത്ലറ്റ് വിഭാഗത്തിൽ ബെസ്റ്റ് ഓഫ് ദി സ്കൂൾ അവാർഡും നമുക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ വർഷം നമ്മുടെ വളരെ വിജയത്തിൻ്റെ ഒരു വർഷമാണ്. ഇനി ഇതിൽ മാത്രമല്ല, നമ്മൾ കലാരംഗത്തും വളരെ മുന്നിൽ തന്നെയാണ്. 26 വർഷത്തിന് ശേഷം നമ്മുടെ തൃശ്ശൂർ ജില്ല സംസ്ഥാന കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയപ്പോൾ നമ്മുടെ സ്കൂളിലെ 2 പ്രതിഭകളാണ് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്തത്. മാപ്പിളപ്പാട്ട് ഹയർ സെക്കൻഡറി വിഭാഗം മാപ്പിളപ്പാട്ട് മത്സരത്തിന് എ ഗ്രേഡ് നേടി ലെന നസ്രിൻ നമ്മുടെ അഭിമാനമായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭാവിയിലെ ഗാനഗന്ധർവനാകാവുന്ന നമ്മുടെ മുഹമ്മദ് അഫ്ലഹ് അഷ്ടപതി മത്സരത്തിൽ ബി ഗ്രേഡ് നേടി നമ്മുടെ സ്കൂളിന് അഭിമാനമായിരിക്കുകയാണ്. 1008 പോയിൻ്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് ലഭിച്ചപ്പോൾ നമ്മുടെ സംഭാവനയാണ് 8 പോയിൻ്റ്. അടുത്ത വർഷങ്ങളിലും നമ്മൾ കൂടുതൽ പോയിൻ്റുകൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ ഇതിൽ മാത്രമല്ല, അക്കാദമിക രംഗങ്ങളിലും വളരെ മുന്നിലേറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മുടെ കുട്ടികളുടെ സാഹചര്യങ്ങൾ, വീട്ടു സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മറ്റുള്ള അൺഎയ്ഡഡ് സ്കൂളിലെ സാഹചര്യങ്ങളോ എന്നല്ല നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ വീട് സാഹചര്യങ്ങൾ. എന്നാലും നമ്മുടെ കുട്ടികൾ ഒരു രംഗത്തും പിന്നിലല്ല. SSLCക്ക് 7 ഫുൾ എ പ്ലസും ഒരു കുട്ടി മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടാതിരുന്നത്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും നമുക്ക് നല്ല നേട്ടങ്ങൾ കഴിയാൻ സാധിച്ചിട്ടുണ്ട്. 8 കുട്ടികൾക്ക് ഫുൾ എ പ്ലസും 2 കുട്ടികൾക്ക്, പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല, പേരുകളൊക്കെ എഴുതി വന്നിട്ടുണ്ട്, പക്ഷേ പേരുകൾ എടുത്തു പറയുന്നില്ല, എടുത്തു പറയേണ്ടതാണ്. 2 പേര് 1200-ൽ 1196 ഐറിൻ, അതുപോലെ തന്നെ 1194 ബേസിൽ റോയ്. ഈ 2 കുട്ടികളും നമ്മുടെ സ്കൂളിന് വളരെ അഭിമാനകരമായ ഒരു വിജയം നൽകിയിരിക്കുകയാണ്. ആ 2 പേർക്കും അഭിനന്ദനങ്ങൾ. അതിന് കൂട്ടത്തിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മൾ സംസ്ഥാന ഒളിമ്പിക്സ് മത്സരത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഹൈസ്കൂൾ വിഭാഗത്തിലെ 2 കുട്ടികൾ നമുക്ക് ഗോൾഡ് മെഡൽ നേടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സംസ്ഥാന ഒളിമ്പിക്സിൽ തൃശ്ശൂർ ജില്ല 2ാം സ്ഥാനമാണ് നേടിയത്. ആ 2ാം സ്ഥാനത്തിൽ 20 പോയിൻ്റ് നേടിക്കൊടുത്തത് നമ്മുടെ പ്രതിഭകളാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിലും പിന്നിലല്ലാണ്ട് എന്നും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷം വളരെയധികം നേട്ടങ്ങളുടെ ഒരു വർഷമാണ്. അപ്പം നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി മെച്ചപ്പെടേണ്ടതില്ലേ? അതെന്താണെന്ന് MLAക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നല്ലൊരു ഓഡിറ്റോറിയവും നല്ലൊരു നല്ലൊരു സ്റ്റേജ് ഇല്ലാത്തൊരു അവസ്ഥയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നല്ലൊരു ഓഡിറ്റോറിയം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂള് മറ്റു സ്കൂളുകളേക്കാൾ, അൺഎയ്ഡഡ് സ്കൂളുകളേക്കാൾ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ ജനപ്രതിനിധികളെല്ലാം ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് തന്നെയാണ് എന്ത് വരുമ്പോഴും, അതായത് +2 ആദ്യം നമുക്ക് അനുവദിച്ചു, അതുപോലെ ജിയോ ലാബ് ഫസ്റ്റ് നമുക്ക് അനുവദിച്ചു. എന്ത് വരുമ്പോൾ SPC ആദ്യം അനുവദിക്കുന്നത് നമുക്കാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഒരു ഓഡിറ്റോറിയവും നല്ലൊരു സ്റ്റേജും നമ്മുടെ MLAയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും നമുക്ക് തരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. തരും. ഇനി ഈ വർഷത്തെ അക്കാഡമിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ഈ വർഷത്തെ ലക്ഷ്യം SSLCയിലും +2ലും 100% വിജയവും, SSLCയിൽ ഏറ്റവും മിനിമമാണ് ഞാൻ പറഞ്ഞത് 20 കുട്ടികൾക്കെങ്കിലും ഫുൾ എ പ്ലസ് എന്നാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മളിവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്.
അധിക പഠന ക്ലാസ്സുകൾ, കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ടെൻഷൻ ഇല്ലാണ്ടേക്കാനുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ അധിക പഠന ക്ലാസ്സുകൾ, നൈറ്റ് ക്ലാസ്സുകൾ എല്ലാം നടത്തിക്കൊണ്ട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗവും ശക്തമായ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങളുടെ ഈ കൂടിയിരിക്കുന്ന ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും മാനസിക പിന്തുണ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവണം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അങ്ങനെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്. ഇനി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഷൈനി ടീച്ചർ ഈ വർഷം വിരമിക്കുകയാണ്. ഷൈനി ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ, ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് പറഞ്ഞത്, ഇവിടുത്തെ ഷീന ടീച്ചർ ധൈര്യമായിട്ട് പോയി ജോയിൻ ചെയ്തോളൂ, അവിടെ ഷൈനി ടീച്ചറാണ് പ്രിൻസിപ്പാൾ, ടീച്ചർക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ദിവസം വരെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ടീച്ചർ ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ടീച്ചർ മുൻപന്തിയിലുണ്ട്. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു പരിപാടിയും കൂടി നടക്കുന്നത് കൊണ്ടാണ് കൂട്ടത്തിൽ ചേർത്ത് പറയുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത നമ്മുടെ ചെറിയ കുട്ടികളുടെ HM ആണ് നമ്മുടെ മാലിന്യ ടീച്ചർ. നമ്മുടെ സഹോദര സ്ഥാപനത്തിലെ മാലിന്യ ടീച്ചർ എന്ത് പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം ചേർന്ന് ടീച്ചറുടെ എന്തൊരഭിപ്രായം ചോദിച്ചാലും ടീച്ചർ വളരെ സൗമ്യതയോടുകൂടി ചിരിച്ചിട്ടാണ് മറുപടി പറയുക. ആ ടീച്ചർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് ഹിന്ദി അധ്യാപികയായ, ഇപ്പം നമ്മുടെ വീട്ടമ്മമാർ ശരിക്കും ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഹിന്ദി ഭാഷ അറിയാത്തത്. കാരണം എന്താണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം പണിക്ക് വരുന്നവരെല്ലാം ഹിന്ദിക്കാരാണ്. ഹിന്ദിക്കാർ പണിക്ക് വരുമ്പോൾ നമുക്ക് ഹിന്ദി ഭാഷ അറിയാതെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ഹിന്ദി ഭാഷ വളരെ ലാളിത്യത്തോടുകൂടി ലളിതമാക്കി നമ്മുടെ കുട്ടികളിൽ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിക്കുന്ന ശ്രീമതി ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ സ്കൂളിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ സ്കൂളിൽ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു വിദ്യാലയമാണ്. കാരണം എന്താ വെച്ചെങ്കിൽ ഇവിടെ 3 തരത്തിലുള്ള മേധാവികളും വനിതകളാണ്. LP, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ചെയർപേഴ്സൺ പെൺകുട്ടിയാണ്, വൈസ് ചെയർപേഴ്സണും ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ 100% സ്ത്രീ ശാക്തീകരണമുള്ള ഒരു സ്കൂളാണ് മച്ചാട് GHSS മച്ചാട്. അപ്പോൾ മച്ചാടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതൊരു ഉത്സവമാക്കി മാറ്റിയ, ഈ പേരിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഉത്സവമാക്കി മാറ്റിയ എല്ലാവർക്കും നന്ദി പറയുന്നു. ഹലോ. ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രിയങ്കരായിട്ടുള്ള പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർക്കുള്ള മംഗള പത്രസമർപ്പണമാണ് ഇപ്പോൾ വേദിയിൽ. വട്ടേപ്പാട്ട് നാരായണ മേനോൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മച്ചാടിന്റെ പ്രൗഢഗാംഭീര്യം കർമ്മമണ്ഡലത്തിലേക്ക് ആവാഹിച്ച പ്രിൻസിപ്പൽ ശ്രീമതി ഷൈനി ജോസഫ് വിദ്യാലയ ജീവിതത്തിലെ നിത്യ ആർച്ചവത്തിന്റെ സൂര്യ തേജസ്, അനവധി അനുഭവ പ്രപഞ്ചങ്ങളിലൂടെയുള്ള സഞ്ചാരം വാർത്തെടുത്ത ദീപ്തശ്രീത്വം. തൃശൂർ ജില്ലയിലെ എരുമപ്പെട്ടി 1969 മെയ് 22 ബാങ്ക് ഉദ്യോഗസ്ഥനായ ശ്രീ ജോസഫിൻ്റെയും അധ്യാപികയായ ശ്രീമതി സെലീനയുടെയും മകളായി ശ്രീമതി ഷൈനി ജോസഫ് ജനിച്ചു. മങ്ങാട് RCC LP സ്കൂളിൽ പ്രൈമറി വിദ്യാഭ്യാസവും
ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിൽ അപ്പർ പ്രൈമറി വിദ്യാഭ്യാസവും നേടി. സേക്രഡ് ഹാർട്ട് സ്കൂളിലായിരുന്നു ഹൈസ്കൂൾ വിദ്യാഭ്യാസം. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നിന്നും പ്രീ ഡിഗ്രിയും ബിരുദവും, പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടി. കേരള സർവകലാശാലയുടെ കൊല്ലം സെന്ററിൽ നിന്നും ബി.എഡും കരസ്ഥമാക്കി. 1996 ജനുവരി 28 വിവാഹിതയായി. റെയിൽവേ ഉദ്യോഗസ്ഥനും IRSCE ഓഫീസറുമായ TC ജോൺസൺ ആണ് ഭർത്താവ്. തൃശൂർ കുറ്റൂർ ഹെവൻലി വില്ലയിലാണ് ടീച്ചറും കുടുംബവും താമസം. 1997 ഓഗസ്റ്റ് മാസം 8 തീയതി സോഷ്യൽ സയൻസ് ഹൈസ്കൂൾ അധ്യാപികയായി ഗവൺമെന്റ് സർവീസിൽ പ്രവേശിച്ചു. 18 വർഷത്തെ നിസ്തുല സേവനാനന്തരം 2014 ഒക്ടോബർ 8 തീയതി ഹയർ സെക്കൻഡറിയിലേക്ക് ഇക്കണോമിക്സ് അധ്യാപികയായി സ്ഥാനക്കയറ്റം ലഭിച്ചു. മലപ്പുറം ജില്ലയിലെ BP അങ്ങാടി GGHSൽ പുതിയ നിയോഗം ഏറ്റെടുത്തു. 2018 ജൂൺ മാസം 4 തീയതി മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി GVHSൽ പ്രധാന അധ്യാപികയായി നിയമിതയായി. 2018 സെപ്റ്റംബർ മാസം 18 തീയതി കൊടുങ്ങല്ലൂർ GHSS എടവിലങ്ങിലേക്ക് HM ആയി സ്ഥലം മാറ്റം ലഭിച്ചു. 2019 ജൂൺ 3 തീയതി ചെറുതുരുത്തി GHSSലും 2022 ജൂൺ 9 തീയതി തൃശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും പ്രധാന അധ്യാപികയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. 2023 ജനുവരി 5 തീയതിയാണ് കാസർഗോഡ് ഇരിയണ്ണി GVHSലേക്ക് പ്രിൻസിപ്പൽ തസ്തികയിൽ പുതിയ ദൗത്യം ഏറ്റെടുത്തത്. 2023 ജൂലൈ 25 ചരിത്രമുറങ്ങുന്ന GHSS മച്ചാടിന്റെ പൊന്മണ്ണിലേക്ക് ശ്രീമതി ഷൈനി ജോസഫ് പ്രിൻസിപ്പളായി എത്തുന്നത്. ഹ്രസ്വകാലം കൊണ്ട് തന്നെ മച്ചാടിന്റെ ഹൃദയത്തിൽ സഹൃദയത്വത്തിൻ്റെയും മാർഗദർശനത്തിൻ്റെയും ഭരണ നൈപുണ്യയുടെയും മായാമുദ്ര ചാർത്താൻ ശ്രീമതി ഷൈനി ജോസഫിന് അനായാസം സാധിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നുള്ള വിടപറയൽ വേള സമാഗതമായിരിക്കും. അസാന്നിധ്യം കൊണ്ട് സാന്നിധ്യമറിയിക്കുന്ന പ്രതിഭയാവുക എന്നത് ഒരു അപൂർവതയാണ്. വരും വർഷങ്ങളിൽ ഷൈനി ടീച്ചറിലൂടെ അപ്രകാരമൊരു അനുഭവത്തിലൂടെ ഈ അറിവിൻ്റെ ഭൂമി കടന്നു പോകുമെന്നത് നിസ്തർക്കമാണ്. ഓർമ്മത്തിളക്കങ്ങളുടെ ചാരെ നിന്നുകൊണ്ട് അനിവാര്യമായ യാത്രാമംഗളങ്ങൾ നേരുന്നു. നാമം പോലെ നാനാ ജീവിത മുഖങ്ങളിലും പ്രകാശം പ്രസരിപ്പിക്കാൻ ഇനിയും ഷൈനി ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസാമൊഴികൾ പൊഴിക്കട്ടെ നമ്മൾ. നല്ലൊരു കയ്യടി ടീച്ചർക്ക് ഈ വേദിയിൽ നമുക്ക് സമ്മാനിക്കാം. ഈ സ്നേഹാദരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി അവരുടെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സവർണ ദീപ്തമേ കർമ്മകാന്ഡം പ്രിയ ഷൈനി ടീച്ചർക്ക് 1000 ആശംസകൾ ഈ വേദിയിൽ ഈ സദസ്സിൽ നേരുന്നു. അറിവിൻ്റെ മാർഗാക്ഷരങ്ങൾ പറഞ്ഞു തന്ന പ്രിയ ടീച്ചർക്ക് 1000 ആശംസകൾ. മംഗള സമർപ്പണം നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപിക ശ്രീ ക്രിസ്ത്യൻ ജസ്രി VS അവരുടെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ ഷൈനി ടീച്ചറെ ക്ഷണിക്കുന്നു. ആയിരത്തി 1994 ജൂൺ മാസം മലപ്പുറം ജില്ലയിലെ കുളത്തൂർ AMLPSൽ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം ജോലി ഉപേക്ഷിക്കുകയും എന്നാൽ പിന്നീട് 2003 ജനുവരി 10
GHSS പഴയന്നൂരിൽ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചു. തുടർന്ന് GHSS പീച്ചി, GUPS വരടിയം, GHSS വില്ലടം എന്നീ വിദ്യാലയങ്ങളിൽ പ്രൈമറി അധ്യാപികയായും വരടിയം സ്കൂളിൽ 1.5 വർഷം HM ഫുൾ അഡീഷണൽ ചാർജായും സേവനമനുഷ്ഠിച്ച ശേഷം 2023 ജൂലൈ 1 VNMM GLPS മച്ചാടിൽ പ്രധാന അധ്യാപികയായി ചാർജെടുത്തു. പ്രൈമറി അധ്യാപനത്തിനിടയിലെ വിവിധ ഉത്തരവാദിത്വങ്ങൾ കൈകാര്യം ചെയ്യാൻ ലഭിച്ച അവസരങ്ങൾ എല്ലാം കാര്യക്ഷമമായി പൂർത്തീകരിക്കാൻ സാധിച്ചു. പിന്നീട് HSA പ്രൊമോഷൻ ലഭിച്ചെങ്കിലും അത് വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. ഒരു പ്രധാന അധ്യാപിക എന്ന നിലയിൽ LP സ്കൂളിൻ്റെ പരിമിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് കുട്ടികളുടെ ബൗദ്ധികവും ശാരീരികവും മാനസികവുമായ വികാസത്തിന് വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. പ്രിയങ്കരിയായ മാലിന്യ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വടക്കഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റലപ്പിള്ളി അവർ സൗമ്യ സുന്ദരമി സർക്കാപ്പതം. ഈ ഉപഹാരം സമർപ്പണം നൽകുന്നത് സീനിയർ അസിസ്റ്റന്റ് രതി ടീച്ചർ അവറുകളാണ്. ഇത് ഏറ്റുവാങ്ങുന്നത് മാലിന്യ ടീച്ചർ. ബഹുമാനപ്പെട്ട MLAയിൽ നിന്ന് മാലിന്യ ടീച്ചർ സ്നേഹോപഹാരം സുദീർഘമായ സേവനത്തിന് ഈ വർഷം വിരമിക്കുന്ന ടീച്ചർ ഏറ്റുവാങ്ങുന്നു. നല്ലൊരു കൈയടി നമുക്കെല്ലാവർക്കും. ഓക്കെ, താങ്ക് യു. മംഗളപത്ര സമർപ്പണത്തിന് വേണ്ടി സീനിയർ അധ്യാപിക രതി ടീച്ചറെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്നേഹത്തോടെ മാലിന്യ ടീച്ചറെ. താങ്ക് യു. മച്ചാടി VNMM GHSSൽ രാഷ്ട്രഭാഷയുടെ സ്നേഹഗീതം പാടി നിന്ന ശ്രീമതി KB ശ്രീമതി ടീച്ചർ സദാ സുഹാസിതമുഖിയായി കുട്ടികളുടെയും സഹപ്രവർത്തകരുടെയും ഇടയിൽ അധ്യാപനത്തിൻ്റെ ഹിന്ദോളരകമായി ടീച്ചർ ഒഴുകി നടന്നു. തൃശൂർ ജില്ലയിലെ പൊങ്ങണങ്കാട് ഗ്രാമത്തിൽ 1968 ഡിസംബർ 30 ശ്രീ ബാലൻ ശ്രീമതി അമ്മിണി ദമ്പതികളുടെ മകളായി KB ശ്രീമതി ജനിച്ചു. UPS താണിക്കുടം, VVS HSS താണിക്കുടം എന്നിവിടങ്ങളിലായി യഥാക്രമം UP ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കലാലയത്തിൽ നിന്നും പ്രീ ഡിഗ്രി വിജയിച്ചു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിൽ നിന്നും ഹിന്ദി ഭാഷയിൽ BA ബിരുദം കരസ്ഥമാക്കി. കേരള സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും MG സർവകലാശാലയിൽ നിന്നും B.Edഉം സ്വന്തമാക്കി. തുടർന്ന് 5 വർഷക്കാലം CBSE സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കി. 2004 ഡിസംബർ 8 UPSA ഹിന്ദി അധ്യാപികയായി സർക്കാർ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ചു. GUPS നന്ദികുലത്തായിരുന്നു തുടക്കം. GUPS രാമവർമ്മപുരം, GHS ചെറുതുരുത്തി എന്നിവിടങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. 2023 ഒക്ടോബർ 28 മച്ചാട് GHSSൽ ടീച്ചർ എത്തുന്നത്. ജീവിതപാതകളിൽ മാതാവിനോടും സഹോദരങ്ങളോടുമുള്ള നന്ദി അളവറ്റതാണെന്ന് ടീച്ചർ എന്നും കരുതുന്നു. സ്വകാര്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ ശ്രീ ഷാജി NV ആണ് ഭർത്താവ്. മകൾ അമൃത ഷാജി വിദ്യാഭ്യാസാർത്ഥം കാനഡയിലാണ്. മരുമകൻ ആദർശ് PP. ടീച്ചറും കുടുംബവും തൃശൂർ ചെമ്പുക്കാവിൽ താമസിക്കുന്നു. ശ്രീമതി ടീച്ചർ 4 നൂറ്റാണ്ട് നീണ്ട അധ്യാപനത്തിൻ്റെ സാഫല്യവുമായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. VNMM GHSS മച്ചാടിൻ്റെ പവിത്ര മണ്ണിൽ നിന്നും വിശ്രമ ജീവിതത്തിലേക്ക് ശ്രീമതി ടീച്ചർ പടിയിറങ്ങുന്ന ഈ വേളയിൽ പിന്നിൽ അവശേഷിക്കുന്നത് വിദ്യാർത്ഥികളുടെയും സഹയാത്രികരുടെയും നിർമ്മല സ്നേഹവും ആശംസകളുമാണ്. പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചർക്ക് ഇനിയുള്ള കർമ്മഭൂമികളും ഐശ്വര്യത്താൽ വിളങ്ങിടട്ടെ. ശ്രീമതി ടീച്ചർക്ക് നല്ല ഒരു കൈയടിയോടുകൂടി തന്നെ നമുക്ക് വരവേൽക്കാം. എന്നും എന്നും കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്ന, ചിരിച്ചുകൊണ്ട് എന്തിനേയും സമീപിക്കുന്ന പ്രിയങ്കരിയായ ശ്രീമതി ടീച്ചർ.
ഉപഹാരം നൽകുന്നു ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റൽപ്പള്ളി അവറുകൾ. ഈ സ്നേഹാഭാരം ഏറ്റുവാങ്ങുന്നു പ്രിയങ്കരിയായ ശ്രീമതി ടീച്ചർ അവറുകൾ. മംഗള സമർപ്പണം നടത്തുന്നത് UP-യിലെ സീനിയർ അധ്യാപികയായ പ്രീത കൃഷ്ണൻ അവറുകളാണ്. ടീച്ചറെ ഏറെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഇത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി ടീച്ചറെ. ഈ ഒരു കൈയടി പോരാ, ടീച്ചർക്ക് നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഇനി എന്നും വിദ്യാലയം ചേർത്ത് പിടിക്കുന്ന വിദ്യാർത്ഥികളെ തന്നെയാണ് ഈ മച്ചാട് ഉത്സവത്തിൽ, മച്ചാട് ഉത്സവം 2025 ആദ്യ ബാച്ച് SSLC വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നത്. ആയിരത്തി 1965 ഈ വിദ്യാലയത്തിൽ 1964-65 SSLC ബാച്ചാണ് ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള പ്രിയങ്കരായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് പാവുട്ടിക്കയുടെ നേതൃത്വത്തിൽ ഈ വേദിയുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീമതി KP ചന്ദ്രിക, ശ്രീ KS പ്രഭാകരൻ, ശ്രീമതി PK ലീല, ശ്രീ തോമസ് തോപ്പിക്കോട്ടിൽ, ശ്രീമാൻ തോമസ് തോപ്പിക്കോട്ടിൽ, ശ്രീമാൻ PK രവീന്ദ്രൻ, ഈ പൂർവ്വ വിദ്യാർത്ഥികളെയെല്ലാം ചേർത്ത് നിർത്താൻ നമ്മളെ സഹായിച്ച ബഹുമാനപ്പെട്ട ശ്രീ AK വാവുട്ടി, നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന വാവുട്ടിക്ക. നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭ്യുദയകാംക്ഷിയായ ശ്രീ PK ജയറാമേട്ടനെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ് ഈ വേദിയിലേക്ക്. ജയറാമേട്ടനെ ആദരിക്കാൻ ബഹുമാനപ്പെട്ട MLA വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
1965 SLC ബാച്ച് ഇനി ആരെങ്കിലും നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേദിയുടെ അടുത്തേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വിദ്യാലയത്തിൽ ജോലി ചെയ്ത് സപ്തതി പൂർത്തീകരിച്ച ബഹുമാനരായ ഗുരുക്കന്മാരെ ഇപ്പോൾ ഈ വേദിയിൽ ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട വിലാസിനി ടീച്ചർ, ബഹുമാനപ്പെട്ട ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട VN ലളിത ടീച്ചർ എന്നിവർ വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, ലളിത ടീച്ചർ, വിലാസിനി ടീച്ചർ, ഇത്രയും പേര് ഇവിടെ എത്തിയതായി അറിഞ്ഞിട്ടുണ്ട്. ബാക്കി ഏതെങ്കിലും അധ്യാപകർ നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് എത്തണമെന്ന് അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗോവിന്ദൻകുട്ടി മാസ്റ്റർ, ഈ വിദ്യാലയത്തിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന ഗോവിന്ദൻകുട്ടി മാസ്റ്റർ ഇപ്പോൾ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട MLA. ബഹുമാനപ്പെട്ട വിലാസിനി ടീച്ചർ, ദീർഘകാലം ഈ വിദ്യാലയത്തിലെ അധ്യാപികയും അതിനുശേഷം ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയുമായിരുന്ന ബഹുമാനപ്പെട്ട VN ലളിത ടീച്ചർ. എന്നും ഈ വിദ്യാലയം പൂർവികരെ സ്മരിക്കുന്നു എന്നത് തന്നെയാണ് വിദ്യാലയത്തിൻ്റെ മഹത്വം എന്ന് മനസ്സിലാക്കാം. ഈ വേദിയിൽ ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വിരമിച്ച 70 വയസ്സിന് മേൽ പ്രായമുള്ള അധ്യാപകർ എന്നിവരെയാണ് ആദരിച്ചത്. ഈ പോയ വർഷം മച്ചാട് സ്കൂളിനെ സംബന്ധിച്ച് വലിയ നേട്ടമുണ്ടാക്കിയതാണ് എന്ന് ഉദ്ഘാടകനോടൊപ്പം ഉള്ളവർ പറഞ്ഞു. അതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള കഴിഞ്ഞ എക്സൈസ് അത്ലറ്റിക് സംസ്ഥാന കായിക മേളയിൽ 4 ഇനങ്ങളിലായി സ്വർണം കരസ്ഥമാക്കുകയും നമ്മുടെ വിദ്യാലയത്തിൻ്റെ വിജയത്തിന് നെടുംതൂണായി പ്രവർത്തിക്കുകയും ചെയ്ത പ്രിയങ്കരനായ ബിപിൻ ഭാസ്കർ അവരുകളെ ഏറെ ആദരവോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ ഗെയിംസ് കൊക്കോ മത്സര വിജയി കൂടിയാണ്. ഒപ്പം തന്നെ ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടിയും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും ഒക്കെ തന്നെ ജേഴ്സി അണിഞ്ഞിട്ടുള്ള കായിക താരം കൂടിയാണ്. ഇപ്പോൾ എക്സൈസ് വകുപ്പിൻ്റെ ജീവനക്കാരനാണ്. നമ്മുടെ വിദ്യാലയത്തിലെ പ്രഥമ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ കുട്ടികളെ അടയാളപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച പ്രിയങ്കരനായ ബിപിൻ ഭാസ്കർ അവർക്ക് സമ്മാനം നൽകുന്നു, സ്നേഹോപഹാരം നൽകുന്നു. MLA. അടുത്തതായി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ മിടുക്കനായ ഒരു കലാകാരനെ കേരളത്തിൽ അടയാളപ്പെടുത്തിയ ഒരു കലോത്സവം കൂടിയായിരുന്നു. ആ മിടുക്കനായ വിദ്യാർത്ഥിക്ക് ഏറെ പിന്തുണയും അവരെ പരിശീലകയുമായ ദേവിക റാണി അവറുകളാണ് ഇനി ആദരിക്കപ്പെടുന്നത്. ഈ ആദരം നൽകുന്നത് ബഹുമാനപ്പെട്ട MLA ആണ്. അഷ്ടപതിയിൽ ശ്രേഷ്ഠയായിട്ടുള്ള ഈ ടീച്ചർ ആ വലിയ മിടുക്കനെ വച്ചാടിനെ അടയാളപ്പെടുന്നതോടൊപ്പം ഈ വിദ്യാലയത്തെ അടയാളപ്പെടുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ വലിയ ഒരു അടയാളപ്പെടുത്തൽ നടത്തി ആ കലാകാരനെ നമുക്ക് സുപരിചിതമാക്കി. ദേവിക റാണി ടീച്ചർക്ക് ആദരം നൽകുന്നു ബഹുമാനപ്പെട്ട MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി അവറുകൾ. അടുത്തത് നമ്മുടെ ഈ വിദ്യാലയത്തിൽ തന്നെ പഠിച്ച് മിടുക്കിയായ പൊതുവിദ്യാലയത്തിൻ്റെ അന്തസ്സുയർത്തിയ ഒരു വിദ്യാർത്ഥിയെ കൂടി ഈ വേദിയിൽ പരിചയപ്പെടുത്തുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ AR ഷഹാന തെക്കുകര ആളുപറമ്പിൽ രാധാകൃഷ്ണൻ്റെയും ഓമനയുടെയും മകളാണ്. മടക്കത്തറ പാറക്കൽ ശ്രീജിത്താണ് ഭർത്താവ്. ആ മിടുക്കിയായ വിദ്യാർത്ഥി, മച്ചാടിൻ്റെ വിദ്യാർത്ഥിനി, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വിദ്യാർത്ഥിനി, ഗണിതശാസ്ത്രത്തിൽ നേടിയ ആ ബിരുദത്തിന് ഇവിടെ ആദരം നൽകുന്നു. നല്ലൊരു കൈയടി ഈ പൊതുവിദ്യാലയത്തിൻ്റെ മകൾക്ക് പ്രിയപ്പെട്ട എല്ലാവരും നല്ലൊരു കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ആദരം നൽകുന്നത് ബഹുമാനപ്പെട്ട MLA ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി അവറുകൾ.
സംസ്ഥാന തലത്തിൽ കലോത്സവത്തിൽ തൃശ്ശൂർ സ്വർണ്ണ കപ്പിന് മുത്തമിട്ടപ്പോൾ അതിൽ 8 പോയിന്റ് മച്ചാട് സ്കൂളിൻ്റെ സംഭാവനയാണ്. മുഹമ്മദ് അഫ്ലഖെ അഷ്ടപതിയിൽ ഭീകരത കരസ്ഥമാക്കിക്കൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുന്നു. ഏറെ ആദരവോടുകൂടി മുഹമ്മദ് അഫ്ലഖിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സംസ്ഥാന കേരള സ്കൂൾ കലോത്സവത്തിൽ മച്ചാട് സ്കൂളിനെ അടയാളപ്പെടുത്തിയ കലാകാരൻ മുഹമ്മദ് അഫ്ലഖെ അഷ്ടപതിയിൽ ഭീകരത കരസ്ഥമാക്കി. ഈ സമ്മാനം നൽകുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ MLA ആണ്. ഒപ്പം തന്നെ അവരുടെ പരിശീലകയായ ശ്രീ ദേവിക റാണി ടീച്ചർ അവരുകളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയടി, നല്ല കലാകാരന്. അടുത്തത് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ A ഗ്രേഡ് കരസ്ഥമാക്കിക്കൊണ്ട് 4 പോയിന്റ് ജില്ലയ്ക്ക് സമ്മാനിച്ച പ്രിയ കലാകാരി ലെന നസ്രീൻ. ലെന നസ്രിനെ ഏറെ ആദരവോടെ ഏറെ സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലെന നസ്രീൻ മച്ചാടിൻ്റെ കലാകാരി, മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കലാകാരി ലെന നസ്രീൻ. ലെന നസ്രീൻ വേദിയിലേക്ക് വരുന്നു. ഈ സമ്മാനം നൽകുന്ന ബഹുമാനപ്പെട്ട MLA ശ്രീ സെവിൽ ചിറ്റിലപ്പള്ളി അവരുകൾ. മാപ്പിളപ്പാട്ടിൽ A ഗ്രേഡ് കരസ്ഥമാക്കിക്കൊണ്ട് മച്ചാടിനെ അടയാളപ്പെടുത്തിയ പ്രിയ കലാകാരി ലെന നസ്രീൻ. ലോക ചരിത്രത്തിലാദ്യമായി പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിൽ എറണാകുളത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മച്ചാട് ചരിത്രം കുറിക്കുന്നു. 2 കായിക താരങ്ങൾ സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കുമ്പോൾ റിബിൻ ബേബി ബേസ്ബോളിൽ സ്വർണം കരസ്ഥമാക്കിക്കൊണ്ട് ആ വിദ്യാർത്ഥിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. റിബിൻ ബേബി ഈ വർഷം ആദ്യമായിട്ടാണ് റവന്യൂ ജില്ലയിൽ നമ്മൾ പങ്കെടുത്തത്. ആദ്യ വർഷം തന്നെ സംസ്ഥാന തലത്തിൽ മച്ചാടിനെ കായിക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ റിബിൻ ബേബി. അമീർ ഷാ വി എസ് 2 കായിക താരങ്ങളാണ്. 20 പോയിന്റാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി 2 കായിക താരങ്ങൾ സംഭാവന ചെയ്ത്. അമീർ ഷാ 2 കായിക താരങ്ങളാണ് 16 അംഗ ടീമിൽ ഇടം പിടിച്ചത് മച്ചാടിന് വേണ്ടി. മച്ചാടിൻ്റെ കായിക പ്രതിഭകൾ, കൗമാര കായിക കുതിപ്പുകൾ. സംസ്ഥാന കൊക്കോ അസോസിയേഷൻ മത്സരത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കി 5ാം ക്ലാസ്സുകാരി അഭിന ഗിരീഷ്. സംസ്ഥാന തലത്തിൽ 5ാം ക്ലാസ്സുകാരിയുടെ മികച്ച പ്രകടനം. ഭാവിയുടെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും കുപ്പായം അണിയാൻ കഴിവുള്ള മിടുക്കിയായ ഈ കായിക താരം അഭിന ഗിരീഷ്. ആർദ്ര ബിബിൻ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ കായിക താരം ആർദ്ര ബിബിൻ. സംസ്ഥാന സ്കൂൾ കായികമേള, സംസ്ഥാന സ്കൂൾ കൊക്കോ അസോസിയേഷൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് 4ാം സ്ഥാനം കരസ്ഥമാക്കുന്നു. സോഫ്റ്റ് ബോൾ മത്സരത്തിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കിയ കൈലാസ് MR. ആദ്യമായാണ് സോഫ്റ്റ് ബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് മച്ചാട് സ്കൂൾ. 4ാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത്. അംന ഷെറിൻ കൈലാസ് വരുന്നുണ്ട്. ഈ ഉപഹാരം നൽകുന്നതിന് വേണ്ടി പ്രിയങ്കരനായ MLA ക്ഷണിക്കുന്നു. കൈലാസ് 4ാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് സോഫ്റ്റ് ബോളിൽ മച്ചാടിനെ അടയാളപ്പെടുത്തി. അംന ഷെറിൻ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിൽ കൊക്കോ മത്സരത്തിൽ ജൂനിയർ വിഭാഗത്തിൽ 4ാം സ്ഥാനം. സീനിയർ കൊക്കോ ടീം ക്യാപ്റ്റൻ കൂടിയാണ് നമ്മുടെ അംന ഷെറിന് ഏറെ ആദരവ് നൽകുന്നു. സംസ്ഥാന കൊക്കോ അസോസിയേഷൻ മത്സരത്തിൽ 4ാം സ്ഥാനം അബിൻദേവ് TG. തൃശ്ശൂർ ജില്ലയിലെ സബ് ജൂനിയർ വിഭാഗം മത്സരത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുപ്പെടുത്ത കായിക താരമാണ് അബിൻദേവ് TG. അടുത്തതായി തൈക്കോണ്ടോ മത്സരത്തിൽ 1200 സ്കൂളുകളുള്ള തൃശ്ശൂർ ജില്ലയിലെ 7ാം സ്ഥാനം കൈവരിച്ച വിദ്യാലയമാണ് മച്ചാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. തൈക്കോണ്ടോ മത്സരത്തിൽ ജൂനിയർ വിഭാഗ മത്സരത്തിൽ പബിത് ബാബു 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. പബിത് ബാബു സംസ്ഥാന മത്സരത്തിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിരുന്നു. പബിത് ബാബു തൈക്കോണ്ടോ മത്സരത്തിൽ ജൂനിയർ വിഭാഗം പെൺകുട്ടികളിൽ തുടർച്ചയായി 3 വർഷം സംസ്ഥാന മത്സരത്തിൽ പങ്കെടുത്ത ബബിത ബാബു.
ലോക ചരിത്രത്തിൽ ആദ്യമായാണ് ഭിന്നശേഷി വിഭാഗത്തിൻ്റെ കൂടി മത്സരം ഈ വർഷം സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നത്. ആ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയം ഒട്ടും പിന്നിലല്ല. സ്വരൂപ് കേസ് എന്ന മിടുക്കനായ വിദ്യാർത്ഥി ഭിന്നശേഷി വിഭാഗത്തിൽ സംസ്ഥാന തലത്തിൽ മച്ചാട് സ്കൂളിനെ അടയാളപ്പെടുത്തി തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചു. സ്വരൂപ് കെ എസിനെ ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈഡി സ്വരൂപ് കെ എസിന് നമുക്ക് എല്ലാവർക്കും നൽകാം. സ്വരൂപ് കെ എസ് ലോക ചരിത്ര ഒളിമ്പിക്സിൻ്റെ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ മത്സരത്തിൽ പങ്കെടുത്ത സ്വരൂപ് കെ എസ് കൊക്കോ സംസ്ഥാന പ്രഥമ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം കരസ്ഥമാക്കി. ജൂനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പിൽ ഹയ ഫാത്തിമ ജൂനിയർ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച മച്ചാട് സ്കൂളിന്റെ കായിക കൗമാര പ്രതിഭ ഹയ ഫാത്തിമ. സ്വരൂപ് കെ എസ് വേദിയിലേക്ക് വരികയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ചരിത്ര റെക്കോർഡിന് സാക്ഷ്യം വഹിച്ച ആ മിടുക്കനായ വിദ്യാർത്ഥി. നല്ലൊരു കൈഡി, ചെറിയ കൈഡി പോരാതിന്, നല്ലൊരു കൈഡി. യെസ്, താങ്ക് യു ഓൾ. ജില്ലാതല മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ് ഇനി വേദിയിൽ ഇപ്പോൾ നടക്കുന്നത്. കലോത്സവത്തിൽ അഷ്ടപതിയിൽ എ ഗ്രേഡ്, 1ാം സ്ഥാനത്തോടെ എ ഗ്രേഡ്, ലളിതഗാനത്തിൽ എ ഗ്രേഡ്, മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ്, മുഹമ്മദ് അഫ്ലഖ് കെ ഈ മിടുക്കനായ വിദ്യാർത്ഥി ഒരിക്കൽ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മാനദാനം ചടങ്ങ് നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട MLAയും ഏറെ ആദരവോട് കൂടി തന്നെ ക്ഷണിക്കുന്നു. ലെന നസ്രീൻ ജില്ലാതല മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം. ജില്ലാതല മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം. കായികോത്സവത്തിൽ ജില്ലാ കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വിജയികളായിട്ടുള്ള ഹയ ഫാത്തിമ എ, ജോഷിത പി വി, രസിക എസ്, സച്ചിന ആർ, അസിൻ മരിയ ബെസ്ലി, ഫാത്തിമ എസ്, ആര്യ പി വേണുഗോപാൽ, ദുർഗ MP, ബബിത ബാബു, ധന അജിത്, അനാമിക രാജൻ, എവലിൻ ഷാജു, വൈക, ശ്രീഭദ്ര, ശിവദ പ്രസാദ്, എപ്പിനേസ, ആര്യ, ഇവിടെ പേര് അമൃത, അമീറ, വെയ്റ്റ് ലിഫ്റ്റിംഗിൽ തൃശ്ശൂർ ജില്ലാ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ വിജയികളായിട്ടുള്ള ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ മിഥുൻ CS 8ാം സ്ഥാനം കരസ്ഥമാക്കിയ മിഥുൻ CS വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരത്തിൽ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 2 വിദ്യാർത്ഥികൾ ലെനോഷ് CS, കൃഷ്ണേന്ദു കൊക്കോ ജില്ലാതലം. ടൈക്കോണ്ടോ ജില്ലാതല മത്സരത്തിൽ 8 വിദ്യാർത്ഥികൾ നമുക്ക് മെഡലുകൾ സമ്മാനിച്ചു. ദിൽ എം ആർ, അതുൽ കൃഷ്ണ KR, അബു താഹിർ. ടൈക്കോണ്ടോ മത്സരത്തിൽ ജില്ലയിൽ 7ാം സ്ഥാനമുള്ള സ്കൂൾ കൂടിയാണ് നമ്മുടെ വിദ്യാലയം. സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളിൽ ജീവന റോസ്, ജീവന തെരേസ, ശിവദ പ്രസാദ് ശിവൻ, ഫുട്ബോൾ മത്സരത്തിൽ തൃശ്ശൂർ ജില്ലാ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ അർഫാൻ കെ എ, ആൽവിൻ TT ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾ, നവീൻ TS, അർഫാൻ നമ്മുടെ സ്കൂളിൻ്റെ ചാമ്പ്യൻ കൂടിയായിരുന്നു. അർഫാൻ ഈ വർഷം
ആദ്യമായി നമ്മൾ ഫുട്ബോൾ സബ് ജില്ലാ തലത്തിൽ വിജയിയായപ്പോൾ അതിനെ ചുക്കാൻ പിടിച്ച അതിൻ്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്ന അർഫാൻ. ഇനി ഈ മിടുക്കരായ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് വേണ്ടി കരസ്ഥമാക്കിയ ട്രോഫികൾ വിദ്യാലയത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ചടങ്ങ് കൂടിയാണ്. സബ് ജൂനിയർ വിഭാഗം കൊക്കോ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ ട്രോഫി നൽകുന്നതിന് വേണ്ടി എല്ലാ വിദ്യാർത്ഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ കൊക്കോ മത്സരത്തിൽ വിജയികളായിട്ടുള്ള കുട്ടികളാണ്. അവരുടെ സമ്മാനദാനം. ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ 1ാം സ്ഥാനം. ജൂനിയർ വിഭാഗം മുഴുവൻ കായിക താരങ്ങളും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അവരുടെ പ്രിയങ്കരനായ MLA ആണ് ആ സമ്മാനം നിർവഹിക്കുന്നത്. താങ്ക് യു. ജൂനിയർ വിഭാഗം പെൺകുട്ടികൾ വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജൂനിയർ വിഭാഗം സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികൾ ജില്ലയിൽ ഈ വർഷം ബെസ്റ്റ് സ്കൂൾ ഗെയിംസിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം. പോയ വർഷം ചരിത്രങ്ങളിലെ നേട്ട നെറുകപ്പട്ടികയിൽ നമ്മുടെ വിദ്യാലയം ഇടം പിടിച്ചു എന്നുള്ളതിൻ്റെ ചരിത്ര സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഈ നിമിഷം. സബ് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ അവരുടെ ട്രോഫികൾ ഏറെ സന്തോഷത്തോടെ വിദ്യാലയത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. മിടുക്കരായ വിദ്യാർത്ഥികൾ ഫുട്ബോൾ മത്സരത്തിൽ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ അർഫാൻ ടീം ആൻഡ് അവരുടെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ ആ ട്രോഫികൾ നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ വർഷം നമ്മുടെ ചാമ്പ്യൻ പട്ടത്തിൽ ഫുട്ബോൾ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയ വർഷം കൂടിയാണ്. ഈ വർഷത്തെ നമ്മുടെ അക്കാദമിക മികവുകൾക്കുള്ള സമ്മാനദാന ചടങ്ങുകളാണ് ഇപ്പോൾ വേദിയിൽ. 5A ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന മാർക്കോട് കൂടി ഈ ആദരം ഏറ്റുവാങ്ങുന്നു. അഭിനവ് ക്ലാസ് ടോപ്പർമാരാണ് ഇപ്പോൾ വേദിയിലേക്ക് വരുന്നത്. 5A അഭിനവ്, 5B ഇൽസ റൈസ് ഗിരീഷ്, 5C ശ്രീനിധി കെ വി, 6A ദിൽജിത്ത് KS, 6B ഷൈൻ ലിജോഷ്, 6C അഭിനന്ദ് NS, 7A നീരജ് PR, 7B ജസ്റ്റിൻ ജോയ്, 7C അഭിനവ് AS. ഏറ്റവും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാന ചടങ്ങുകളാണ് ഇവിടെ പര്യവസാനിക്കുന്നത്. ക്ലാസ് ടോപ്പേഴ്സ് ഹൈസ്കൂൾ വിഭാഗം 8A ആദിദേവ് MV, ജിജി വർഗീസ് 8B, ഏഞ്ചൽ റോസ് CJ 8C, ആതിര KS 8D, ആൻമരിയ ജോജു 9A, ആൻ രാജു 9B, ജന്ന ക്രിസ്റ്റീന 9C, അഭിനവ് KR 10A, ആരുഷി KS 10B, രുദ്ര KS 10C. ഹയർ സെക്കൻഡറി വിഭാഗം ക്ലാസ് ടോപ്പേഴ്സിനുള്ള ആദരം നൽകുന്നു. ഹ്യൂമാനിറ്റീസ് A സമീന മുഹമ്മദ്,
ഹ്യൂമാനിറ്റീസ് ബി ബാച്ച് മനസ പി എസ്, മനസ പി എസ്, മാനസ പി എസ്. സയൻസ് ബാച്ച് അനന്യ കെ കെ,